ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുന്നത് എനിക്ക് മീൻകറി വെക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല മീൻകറി എല്ലാം വെച്ച് കൊടുത്ത് ഇവിടെയുള്ളവരൊക്കെ മയക്കെടുക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും മയക്കെടുക്കാൻ പറ്റുന്ന ഒരു കിടലൻ മീൻകറി, അതും നല്ല തൃശ്ശൂർ സ്റ്റൈലിൽ കുടപ്പുളിയും തേങ്ങയെല്ലാം അരച്ച് വെച്ചിട്ടുള്ളത് റോഹു മീൻ വെച്ച് നമുക്ക് ഉണ്ടാക്കി വയ്യാലോ. ഏത് തരം മീനായാലും, കടൽ മീനായാലും കായൽ മീനായാലും ഈ റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ പുളിയുടെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ടുള്ള കൊടപ്പുളി, ഇത്രയും ചേർത്ത് മീനൊന്ന് മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് തിളച്ചതിന് ശേഷം ഇതിൽ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ നോക്കാം. കറക്റ്റ് ആണെങ്കിൽ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് മീനൊന്ന് വേവിക്കാം. മീൻ കുക്കാവാനായിട്ട് അധികം സമയം വേണ്ട, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് തേങ്ങ അരച്ച് കൊണ്ടുവരാം. തേങ്ങ അരച്ചത് ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങ പാലായാലും ഇതിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ. ചെറിയൊരു തിള വരുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് മൂത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, കറിയുടെ കളർ തന്നെ മാറിയത് കണ്ടോ? ഒരു മഞ്ഞ കളർന്ന റെഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? നല്ല പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.